പത്തനംതിട്ടയിൽ കാര്യമായി മഴ പെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകും. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ടയിൽ എന്താണ് ലേറ്റസ്റ്റ് സ്ഥിതി? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. പത്തനംതിട്ടയിൽ ശക്തമായ മഴ ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു അർദ്ധരാത്രിയോടുകൂടി തുടങ്ങിയതാണ്. ഇന്നലെ രാവിലെ മുതൽ ശക്തമായ മഴയുണ്ടായിരുന്നു. ഉച്ചയോടുകൂടി മഴ അവസാനിക്കുകയായിരുന്നു. ഇന്നും റെഡ് അലർട്ടാണ് സമാനമായ രീതിയിൽ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ ചില മുന്നറിയിപ്പുകളൊക്കെ കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. അതിൽ ഗവി അടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് യാത്രാ നിരോധനമുണ്ട്. പക്ഷേ അതിലൂടെ വാഹനത്തിൽ അല്ലെങ്കിൽ KSRTC ബസ്സിൽ ആളുകൾക്ക് കുമളിയിലേക്കും വണ്ടിപ്പെരിയറിലേക്കും പോകാൻ തടസ്സമില്ല. ഇത് കഴിഞ്ഞ ദിവസം ഈ ഗവിയിൽ മണ്ണിടിഞ്ഞ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെ വേണ്ട തരത്തിൽ NDRF സംഘാംഗങ്ങളെ അടക്കം ഈ മേഖലയിൽ വിനിയോഗിക്കാനും ഈ ഒരു ഘട്ടത്തിൽ കളക്ടർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ രാവിലെ മുതൽ മലയോര മേഖലകളിൽ ശക്തമായ രീതിയിൽ മഴ പെയ്യുകയാണ്. ശബരിമല തീർത്ഥാടനം അല്ലെങ്കിൽ ശബരിമലയുടെ ഇടവമാസ പൂജ കഴിഞ്ഞ് നട അടച്ചു. അതുകൊണ്ട് ശബരിമല മേഖലകളിലേക്ക് ഭക്തർ എന്തായാലും എത്തുകയില്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം ആ മേഖലയിൽ ഉണ്ടാകില്ല എന്ന് അറിയിച്ചു. ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ തിരുവല്ല റോഡിലാണുള്ളത്. സ്വാഭാവികമായി തിരുവല്ല റോഡിലും ശക്തമായ മഴ ഈ മേഖലയിലൊക്കെ തന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. പത്തനംതിട്ട നഗരത്തിലും അടൂരിലും അടക്കം സകല മേഖലയിലും മഴ പെയ്യുന്നുണ്ട് എന്നാണ് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേർന്ന്